ബി.ജെ.പിയുടെ മുഖ്യ എതിരാളി ആരാണ്? കോൺഗ്രസ് ആണെന്ന് പറയാം. എന്നാൽ നിലവിൽ ബി.ജെ.പിയുടെ മുഖ്യ എതിരാളി മറ്റൊരു നേതാവാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ജയിലിലടച്ചു. ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് കേന്ദ്ര ഏജൻസികൾ പാർട്ടി നേതാക്കളെ വേട്ടയാടുന്നതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നട്ടെല്ലായ കെജ്രിവാളിനെ തന്നെ അകത്താക്കി. കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ബി.ജെ.പിക്ക് കാര്യമായ രാഷ്ട്രീയ നേട്ടം നൽകിയില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിക്ക് വലിയ മെച്ചമുണ്ടാകുകയും ചെയ്തു. കേജ്രിവാളിന്റെ അഭാവത്തിൽ ഭാര്യ സുനിത കേജ്രിവാളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. സുനിതയുടെ റോഡ് ഷോകൾക്ക് വൻ ജനക്കൂട്ടമാണ് എത്തുന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടെ കോടതിയിലും കേജ്രിവാളിന് അനുകൂലമായി വിധിയുണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ജാമ്യാപേക്ഷ മെയ് 7 കോടതി വീണ്ടും പരിഗണിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടക്കാല ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകളാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മാർച്ച് 21-നാണ് ഇ.ഡി. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കീഴ്ക്കോടതികളെല്ലാം ജാമ്യം നിഷേധിച്ചു. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇ.ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജുവാണ് ഹാജരായത്. കേജ്രിവാളിന് ജാമ്യം അനുവദിക്കരുതെന്ന് എസ്.വി. രാജു വാദിച്ചു. അതോടെ 7-ാം തീയതി വാദിക്കാൻ തയ്യാറായി വരൂ എന്നാണ് കോടതി പറഞ്ഞത്. ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്നല്ല, ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കൂ എന്നാണ് പറഞ്ഞത്. ജാമ്യം അനുവദിക്കാം, നിഷേധിക്കാം, കോടതി വ്യക്തമാക്കി. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ഇ.ഡിയുടെ പക്കലില്ലെന്നാണ് അഭിഷേക് സിംഗ്വി വാദിച്ചത്. നേരത്തെ കേജ്രിവാളിന്റെ അറസ്റ്റിൽ സുപ്രീം കോടതി ഇ.ഡിയോട് വിശദീകരണം തേടിയിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്തിനാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വ്യക്തി സ്വാതന്ത്ര്യം പ്രധാനമാണെന്നും അത് നിഷേധിക്കാൻ ആർക്കുമാകില്ലെന്നും കോടതി ഓർമ്മപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ഇ.ഡിയോട് കോടതി നിർദ്ദേശിച്ചത്. കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. കേസിൽ കേജ്രിവാൾ എങ്ങനെ ബന്ധപ്പെടുന്നു? മനീഷ് സിസോദിയയുമായി ബന്ധപ്പെട്ട കേസിൽ 2 ഭാഗമുണ്ട്. ഒന്ന് അനുകൂലവും മറ്റൊന്ന് പ്രതികൂലവുമാണ്. അതിൽ ഏതാണ് കേജ്രിവാളുമായി ബന്ധപ്പെടുന്നത്? ഒപ്പം കൈവശമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ ഇ.ഡിക്ക് അനുമതി നൽകുന്ന PMLA നിയമത്തിലെ 19-ാം വകുപ്പിനെ ഇതുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? കേസിലെ മൊഴി, അറസ്റ്റ് എന്നിവയ്ക്കിടയിലെ സമയവ്യത്യാസം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടു. കേജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.